അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, വളരെ സുപ്രധാനമായ ഒരു വിഷയമായിരുന്നു ഈ അയത്തുള്ള അലി ഖമനെ ഇറാനുമായി ഇന്ത്യക്കുണ്ട ചരിത്രപരമായ ബന്ധം. ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ ഇന്ത്യ അനുശോചനം അറിയിച്ചില്ല. അനുശോചനം അറിയിക്കേണ്ടതാണ്. നമ്മുടെ പരമ്പരാഗത സുഹൃത്തിനു മേൽ നടന്ന അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തി മടങ്ങിപ്പോകും വഴിയാണ് ആ പടക്കപ്പലിനെ അമേരിക്ക ഒളിയുദ്ധം വഴി ആക്രമിച്ച് നശിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതികരണം കൂടി ആവണം. ഇന്ത്യ ഇന്നിപ്പോൾ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിൽ എത്തി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി അനുശോചനം അറിയിക്കുകയും ഇറാൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും എല്ലാം ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ വാർത്ത വളരെ വളച്ചൊടിച്ചാണ് താങ്കളിപ്പോ അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ. അല്ല, ഞാൻ പറയാം. ഇപ്പം ഇന്നത്തെ തന്നെ ഈ അനുശോചനം സോണിയാഗാന്ധി എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? അനുശോചനം അറിയിക്കാഞ്ഞത് എന്തെന്നല്ല സോണിയാഗാന്ധി പറഞ്ഞിരുന്നത്. നമ്മൾ ആ ആക്രമണത്തെ അപലപിക്കണം, ഇറാനൊപ്പം ചേരണം എന്നാണ് പറഞ്ഞത്, അല്ലേ? അവര് ആണല്ലോ. നമ്മൾ ഇപ്പൊ ഇന്ന് പോയി അനുശോചന കുറിപ്പ് അവിടെ എഴുതുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇറാനൊപ്പം എന്ന് പറഞ്ഞതായിട്ട് താങ്കൾ കണ്ടോ കേട്ടോ? നമ്മൾ ചെറിയൊരു നിമിഷം, എനിക്ക് ഒരു രാജ്യത്തിന്റെ നേതാവ് കൊല്ലപ്പെടുന്നു, ആ രാജ്യത്തിന് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നുകിൽ അനുശോചനം അറിയിക്കും, ചില രാജ്യങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന അപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ പോരാട്ടത്തിൽ പിന്തുണ അറിയിക്കും, ചിലർ അതിൽ പങ്കാളികളാവും. അങ്ങനെ പലതരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിലെ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യം ലോകത്ത് അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളാകമാനം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന് മേൽ ഇവർ നടത്തുന്ന ആക്രമണത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താണ്? ഇന്ത്യ ഇതുവരെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ആ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഇറാൻ നേതാവ്, പരമോന്നത നേതാവിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യ ലോകത്തിനാണ് സന്ദേശം കൊടുക്കുന്നത്. അത് ഇറാന് മാത്രം കൊടുക്കുന്ന സന്ദേശമല്ല. അതുകൊണ്ട് അതിനെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചോ ഇല്ലയോ, അത് ഓരോരോ സ്റ്റെപ്പ് ഓരോ തരത്തിലാണ് വരുന്നത്. ഇന്ത്യ എന്ത് സ്വീകരിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, ഇന്ത്യൻ ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. ഭരണകൂടം എന്തായാലും ഇറാനോട് ഐക്യദാർഢ്യപ്പെടുന്നു ഈ വിഷയത്തിൽ. ഇനി പോരാട്ടത്തിൽ ഐക്യദാർഢ്യപ്പെടുന്നോ ഇല്ലയോ എന്നൊക്കെ ഇന്ത്യൻ ഭരണകൂടം തീരുമാനിക്കേണ്ടതാണ്. അതിനുശേഷം അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെങ്കിൽ ഞാനതിനെ കാണുന്നത് ആ രാജ്യത്തെ ഭരണാധികാരി കൊല്ലപ്പെടുന്നു, വധിക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ഖബർ ഇന്നടക്കം ചെയ്യുകയാണെന്ന് ഇന്നോ നാളെയോ. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ അവരുടെ എംബസിയിൽ പോയിട്ട് ഔദ്യോഗികമായിട്ട് സാധാരണ ഡിപ്ലോമാറ്റിക് റിലേഷൻ അങ്ങനെയാണ്, അവിടെ പോയിട്ട് നമ്മുടെ കണ്ടോളൻസ് മെസ്സേജ് എഴുതുന്നു. അത് അവിടെ കൊണ്ട് തീർന്നു. അത് നമ്മൾ അവരുമായിട്ടുള്ള ബഹുമാന പുരസ്സരമായ ഇന്നലെ വരെ നാളെയും തുടരാൻ ഉദ്ദേശിക്കുന്ന ബന്ധത്തിന്റെ പേരിലാണ്. അതും ഇന്ന് അവരും മറ്റു രാജ്യങ്ങളുമായിട്ട് ഇറാനോ ഇസ്രയേലോ അമേരിക്കയോട്ട് നിലനിൽക്കുന്ന വിഷയത്തിൽ നമ്മളൊരു പങ്കാളിയെ അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന്. രണ്ടാമത്, കിരൺ തുടക്കത്തിൽ പറഞ്ഞു കാശ്മീർ വിഷയത്തിൽ അനുകൂലമായ നിലപാട് ഇറാൻ എടുത്തു. ഏത് വിഷയത്തിലാണ് കാശ്മീർ വിഷയത്തിൽ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തതെന്ന് പറയാമോ? ശ്രീ അജയകുമാർ, എനിക്ക് ദീർഘമായി പറയാനുള്ള സമയമില്ല. ശ്രീ അജയകുമാർ, താങ്കൾ തന്നെ ഗൂഗിൾ ചെയ്താൽ താങ്കൾക്ക് ഇപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം ലഭ്യമാണ്. ഐക്യരാഷ്ട്രസഭയിലടക്കം ഇറാൻ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അതേ ഇറാൻ തന്നെയാണ് അബോർഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ശക്തമായി ഞാൻ പറഞ്ഞില്ലല്ലോ ഇറാൻ ഏതെങ്കിലും തരത്തിൽ എല്ലാ കാലത്തും ഇറാൻ ഇന്ത്യൻ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണെന്നോന്ന് പറയാം. സുപ്രധാന വിഷയങ്ങളിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇറാനെ നടക്കുന്നതെല്ലാം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇറാൻ ലോകത്തെ മികച്ച രാജ്യമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. നമ്മളുമായി നല്ല സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. അത് ഇപ്പോഴല്ല, ചരിത്രപരമായി തന്നെ സൗഹൃദമുള്ള രാജ്യമായിട്ട് തന്നെയാണ്. നാളെ അതുപോലെ തന്നെ നിലനിൽക്കും. അതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കണം, നമ്മുടെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്രോതസ്സും ഏറ്റവും കൂടുതൽ ഊഷ്മളമായി ബന്ധമുള്ളതും ഗൾഫ് രാഷ്ട്രങ്ങളാണ്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനെതിരാണ്. നമ്മൾ ഇറാനുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞാൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് സാങ്കല്പികമായിട്ടൊന്ന് ചിന്തിക്കൂ, ഒരു തിരിച്ചടി ഉണ്ടായാൽ താങ്ങാൻ പറ്റുമോ ഭാരതത്തിന്? പറയും സോണിയാഗാന്ധിക്കൊക്കെ. ശ്രീ അജയകുമാർ, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും ഇറാനുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന രാജ്യമാണ് എത്രയോ കാലമായി ഇന്ത്യ. അല്ലാതെ ഇറാനുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളാകെ ഇന്ത്യക്കെതിരെ തിരിയുമെന്നൊക്കെ പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ശത്രുത ആലോചിച്ചാൽ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയെ ശത്രുപക്ഷത്തു നിന്നുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലെല്ലാം
അമേരിക്ക പാകിസ്ഥാൻ എല്ലാവിധ ആയുധം നൽകിയും സാമ്പത്തിക സഹായം നൽകിയും എല്ലാ സഹായം ചെയ്തിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് സേവനം അടക്കം കൊടുത്തിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയുമായി നമ്മളിപ്പോൾ തന്ത്രപരമായ ബന്ധത്തിലാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പല കാലത്തും മാറുകയും തിരികുകയും ഒക്കെ ചെയ്യും. തന്ത്രപരമായ നിലപാട് ചിലപ്പോൾ സ്വീകരിക്കും. ശക്തർ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ഇടപെടില്ല, അവരെക്കാൾ ദുർബലരാണെങ്കിൽ ഇടപെടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ലോകത്തുണ്ട്. അല്ലാതെ ഇതൊരു ഒന്നുകിൽ ശത്രു അല്ലെ മിത്രം അങ്ങനെയൊന്നും അല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതൊരു ഘടകമാണ്. ഇപ്പോൾ അവർക്ക് അനുശോചനമെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി, അപ്പോൾ ഞങ്ങൾ അവരെ തള്ളിക്കളയുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ പിന്തുണയൊന്നും ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് നാളെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയുമില്ല. അതാ ഞാനും അത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളവിടെ പോയി അനുശോചനക്കുറിപ്പ് എഴുതുന്നു, അത് എഴുതേണ്ടത് തന്നെയാണ്, എഴുതുകയും ചെയ്യും. അത് എഴുതി കഴിഞ്ഞു, അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി നാളെ നമ്മൾ അവിടെ കൊണ്ട് തീർന്നു എന്നൊന്നും നമുക്ക് ഞാൻ എന്തായാലും പറയാൻ തൽക്കാലം ആളല്ല ശ്രീ അജയ്കുമാർ. ഇന്ത്യ നാളെ എടുക്കുന്ന ഇന്ത്യയിൽ ഇതിനെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം അജയ്കുമാറിന് തന്നെ അറിയാമല്ലോ. ഇന്ത്യ ക്ഷണിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു പടക്കപ്പൽ ഇവിടെ അമേരിക്കയും ക്ഷണിച്ചതാണ്. അമേരിക്കക്കാർ ബുദ്ധിപരമായി വരാതെ മാറി നിന്നിട്ട് ഇവിടെ വന്നിട്ട് മടങ്ങുന്ന വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആ പടക്കപ്പലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ഇന്ത്യയെ പോലെ രാജ്യത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതിന്റെ പ്രതികരണമാവും ഇന്നിപ്പോൾ വേഗത്തിൽ പോയി ഈ അനുശോചനം കൊടുത്തതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ ഇതുവരെ അനുശോചനം അറിയിക്കാതിരുന്ന ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ അതിർത്തി കൂടിയാണ് ഇതിൽ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് പുറത്തു നോക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയുക. ഓക്കെ, അതിനോടൊരു മറുപടി പറയാം. ഇപ്പൊ അമേരിക്കയെ ക്ഷണിച്ച അമേരിക്ക വന്നില്ല. അപ്പൊ അമേരിക്ക നേരത്തെ തീരുമാനിച്ചിരിക്കുക ഇറാനുമായിട്ട് അടി ഉണ്ടാകാൻ പോകുന്ന ആ വിഷയം അങ്ങോട്ട് വിടട്ടെ. പക്ഷെ ഇന്ത്യ ക്ഷണിച്ച് ഇവിടെ വന്നു ട്രെയിനിങ്, അവര് നമ്മുടെതായിട്ടുള്ള എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചുപോയി. അത് കാലാകാലങ്ങളിൽ നമ്മൾ പലയിടത്തും പോകും, അവർ ഇങ്ങോട്ടും വരുന്നു. അവർ ഇവിടുന്ന് പോയി ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ചെന്ന് അവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാലോ അവരെ ആരെങ്കിലും വെടിവെച്ചാലും നമ്മുടെ അതിഥി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് മടങ്ങി പോകുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ അജയ്കുമാർ, അങ്ങനെയൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അമേരിക്ക ഒരു രാജ്യത്തെ ക്ഷണിച്ചിട്ട് അമേരിക്കയിൽ പോയി ആ രാജ്യത്തെ പടക്കപ്പൽ വഴിയിൽ വെച്ച് മറ്റൊരു രാജ്യം ആക്രമിച്ചിട്ടാൽ അത് അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ? ഇല്ലല്ലോ. അതൊന്നും പറയണ്ട. ലോകത്ത് ശക്തന്മാരായ ആളുകളാണെങ്കിൽ ആ ശക്തന്മാർക്ക് മുന്നിൽ എല്ലാവരും കവാത്ത് മറന്ന് മാറി നിൽക്കും. അല്ല, നമ്മൾ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ അതൊക്കെ സാങ്കേതികമായി പറയാം. ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കയറിയത് കൊണ്ടാണ് വന്നത്. ശ്രീലങ്കക്കാർ എന്ത് കണ്ടിട്ടാണ് അവർ ഓടിച്ചെന്ന് സഹായത്തിന് എന്നില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അല്ല, ഞാൻ പറയുന്നതല്ല. നിങ്ങളെ ഉൾപ്പെടെയുള്ള പല ചാനലുകളിലും, ഇംഗ്ലീഷ് ചാനലുകളിലും മറ്റ് ചാനലുകളിലും നേവൽ വെറ്ററൻസ്, ആർമി വെറ്ററൻസ് ഒക്കെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല. ശരിയാണ്, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വ്യാഖ്യാനിക്കാം. ഇപ്പോഴത്തെ വ്യാഖ്യാനം എന്താണ്? നമ്മൾ ഇറാനുമായിട്ട് ചേരണം, ഗൾഫിൽ നിന്ന് നമുക്കൊരു തട്ട് കിട്ടണം. ഇതാണ് ഇപ്പോഴത്തെ തട്ട് കിട്ടുന്നതും ഇറാനുമായി ചേരുന്നതും അന്താരാഷ്ട്ര ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും ഗൾഫ് മലയാളികളും ഗൾഫ് ഇന്ത്യക്കാരും അതിനോട് യോജിക്കുന്നില്ല. ഗൾഫിലെ മലയാളികളും ഗൾഫിലെ രാജ്യങ്ങളും ഇറാനുമായിട്ട് ഇപ്പോൾ നടത്തുന്ന ഒരു യുദ്ധത്തോട് തന്നെ യോജിക്കുന്നവരല്ല. അവർ ആ മേഖലയിൽ സമാധാനം ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ആ രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ സ്വന്തമായി വലിയ യുദ്ധ സന്നാഹങ്ങളോ ആയുധ ശേഖരമോ അല്ലെങ്കിൽ യുദ്ധശേഷിയോ ഒന്നും രാജ്യങ്ങളല്ല. അവർ സമാധാനപരമായി ജോലി ചെയ്ത് അവിടെ എണ്ണയൊക്കെ ഖനനം ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് യുദ്ധത്തിൽ താല്പര്യമുള്ള രാജ്യങ്ങളല്ലേ ഈ GCCയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ. ഈ GCCയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ മിലിറ്ററി സമ്പത്തും കാര്യങ്ങളും ഒന്നും ഉള്ളവരല്ല. അവരവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നത് അമേരിക്കയുടെ കുടക്കീഴിൽ തന്നെയാണ്. അവിടെ ഇന്ത്യക്കും ബന്ധമില്ല, റഷ്യക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.